ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. അടിപൊളി ടേസ്റ്റിലുള്ള വിഷുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വിഷുവിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിഷുക്കട്ടയാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. വിഷുക്കട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിങ്ങനെ ചുവന്ന നിറത്തിലുള്ള ഉണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. നാഴി വെച്ചിട്ടാണ് ഞാൻ അളവ് പറയുന്നത്. 2 നാഴി അരിയുടെ വിഷുക്കട്ടയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ മെഷർമെന്റ് കപ്പിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 നാഴി എന്ന് പറയുന്നത് 250 ml കപ്പിൽ 1.25 കപ്പ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് അളവെടുക്കുക. 2 നാഴി എന്ന് പറയുമ്പോൾ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയ നുറുക്ക് പോലെ വന്നിട്ടുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടുള്ള അരിയല്ല. മുഴുവനായിട്ടുള്ള അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. രണ്ടും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഒരു 3-4 തവണ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഒരു ഉരുളിയിലാണ് നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. ഈ അരി കഴുകിയത് നമുക്കിതിലേക്ക് ഒന്ന് വാരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെന്റ് കപ്പിൽ അളവെടുക്കാം. 250 ml കപ്പിൽ 5 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് അരിക്ക് 5 കപ്പ് 2ാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങയുടെ. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചുക്കും ജീരകവും ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിത് തലേ ദിവസം വിഷുക്കട്ട ഉണ്ടാക്കിയപ്പോൾ പൊടിച്ചു വെച്ചിരുന്ന ചുക്കാണ്. അതിൽ കൂടെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് പൊടിക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ചുക്ക് എടുക്കുക. ചുക്ക് എടുക്കുമ്പോൾ അധികം പഴക്കമില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ചുക്ക് നോക്കി എടുക്കുക. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ആ ചുക്ക് എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ആണ് 2 കൂടി പൊടിച്ചെടുത്തത് ഉള്ളത്. അത് നമുക്ക് തേങ്ങയുടെ 1ാം പാലിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ല കട്ടിയുള്ള 1ാം പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ അരിയും തേങ്ങയുടെ 2ാം പാലും ചേർത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇത് ഏകദേശം ഒരു പകുതിയോളം കുക്കായിട്ട് കിട്ടും. ഈ തേങ്ങാപ്പാല് നന്നായിട്ട് വറ്റി വരണം. അതുവരെയാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഈ 2ാം പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തത് മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. അരി ഒരു പകുതിയോളം കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 1ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അരിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചുക്കും ജീരകവും നന്നായിട്ട് പൊടിച്ചത് ഇതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പാക്കറ്റിൽ വാങ്ങുന്ന നൈസ് ആയിട്ടുള്ള ചുക്കിന്റെയും ജീരകത്തിന്റെയും പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിച്ച് ചേർക്കണം എന്നില്ല. അങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിഷുക്കട്ട കഴിക്കുമ്പോഴേ ഇടയിൽ ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് നല്ല ജീരകം മുഴുവനായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതും കൂടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് വിഷുക്കട്ട കഴിക്കുമ്പോൾ. അപ്പം അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാതും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേനും നമ്മുടെ വിഷുക്കട്ട റെഡി ആയിട്ട് കിട്ടും. നമ്മൾ പ്ലേറ്റ് 2 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്ന അളവ് 2 പ്ലേറ്റിലേക്കാണ് കറക്റ്റായിട്ട് ഉണ്ടാവുക. ചെറിയ പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 3 പ്ലേറ്റിലേക്ക് ഉണ്ടാവും. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക. ഇത് കട്ടിയായി വന്നത് കഴിഞ്ഞാൽ നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കരുത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്.
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. നമുക്കിത് റെഡി ആയോ എന്നൊന്ന് നോക്കി നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെ സ്പൂണിൽ എടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വീണ് പോവരുത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പരുവം. എന്നാലാണ് നമ്മൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പീസായിട്ട് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലെ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല. നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് പ്ലേറ്റിൽ വേറെ എക്സ്ട്രാ ഓയിലൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇത് ഇട്ട് കൊടുക്കുക. നല്ല ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുത്ത് സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ഷേപ്പാക്കി കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഷുക്കട്ടയാണ്. ഈ പറഞ്ഞ അളവുകളെല്ലാം കറക്റ്റ് ആണ്. ഇപ്പൊ 2 പ്ലേറ്റിലേക്കുള്ള വിഷുക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു പ്ലേറ്റിലേക്കുള്ളത് മതിയെന്നുണ്ടെങ്കിൽ 1 നാഴി എടുക്കുക. അല്ലെങ്കിൽ മെഷർമെന്റ് കപ്പിലാണെങ്കിൽ 1.25 കപ്പ് അരി എടുത്താൽ മതി. 250 ml കപ്പിൽ നമ്മൾ 2 പ്ലേറ്റിലും ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ശർക്കര പാനി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി ചേർത്തിട്ടോ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ചിലരിത് ചിക്കൻ കറി ഒക്കെ കൂട്ടി കഴിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് കഴിക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പീസായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അരിയെല്ലാം നന്നായിട്ട് പാകത്തിന് കുക്കായിട്ടുണ്ട്. അരി ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അവിടെ അടിപൊളി ടേസ്റ്റിലുള്ള വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഒന്ന് പൊടിച്ചു നോക്കട്ടെ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്.